ഹായ്, സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് സോൾട്ട് ആൻഡ് പെപ്പറുമായിട്ട് നിൽക്കുന്നത് വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞോന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇന്ന് ഓഖി ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ചു പോയ ഒരു മേഖലയാണ് വിഴിഞ്ഞം. ഇന്നും ഉറ്റവരും ഉടയവർക്കുമായിട്ട് ഒരുപാട് പേര്, ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാത്ത്, ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ അല്ലെങ്കിൽ അമ്മമാർ, പെങ്ങന്മാർ കാത്തിരിക്കുന്ന ഒരു തീരം കൂടെയാണ് വിഴിഞ്ഞം. അപ്പോൾ അവർക്കുള്ള അവരോടൊത്ത് അവർക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് വീണ്ടും എല്ലാം മറക്കുവാനായിട്ട് ഞങ്ങൾ ഇന്നത്തെ ഈ സോൾട്ട് ആൻഡ് പെപ്പറുമായിട്ട് ഇവിടെ വന്നത്. നമുക്കറിയാം, നമ്മുടെ ഭക്ഷണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ചിക്കനോ മട്ടനോ ഒന്നുമല്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമുക്ക് എപ്പോഴും നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള മത്സ്യങ്ങൾ തന്നെയാണ്. ഈ മത്സ്യം നമുക്ക് തരാൻ വേണ്ടിയിട്ട് കടലിൽ പോയ പ്രിയപ്പെട്ടവരാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ചുഴലിക്കാറ്റിലൂടെയൊക്കെ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും അവർ ഈ ദുരന്തങ്ങളെ ഒരു ദിവസം കൊണ്ട് മറന്ന് വീണ്ടും നമ്മുടെ തീന്മേശകളിലേക്ക് ഭക്ഷണം എത്തിക്കാനായിട്ട് പോകാറുണ്ട്. ഈ സത്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വിഴിഞ്ഞത്ത് ഞാൻ നിൽക്കുന്നത്. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലല്ലേ, ഇനി എന്ത് പറഞ്ഞാൽ തീരുമല്ലേ അവർക്ക് പകരം. എനിവേ, ഇന്ന് വിഴിഞ്ഞത്തിൻ്റെ തീരത്തുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, റാഹത്ത് റെസ്റ്റോറൻറ്റ്. സോൾട്ട് ആൻഡ് പെപ്പർ അങ്ങനെ റാഹത്ത് റെസ്റ്റോറൻറ്റിലേക്ക് കയറി പോവുകയാണ്. റാഹത്ത് റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ഫെസിലിറ്റിയോടുകൂടി വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അവിടത്തേക്കാണ് ഇന്ന് സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ വിഭവം തേടി ഞാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ആദ്യം കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു അറബിക് ഫുഡ് കോർണറാണ്. ഇവിടെ അറബിക് വിഭവങ്ങൾ, നമുക്കറിയാലോ, അറബിക് വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രൈഡ് ആയിട്ടും തന്തൂരി ആയിട്ടും ഒക്കെയുള്ള ചിക്കനും അതിൻ്റെ ഒരു കൗണ്ടറാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു കുതിരവണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് പണ്ട് രാജാക്കന്മാരും അതിനുശേഷം ഈ മോട്ടോർ വാഹനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ആ ഒരു വാഹനം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. ഇനിയുണ്ട് മനോഹരമായ ഒരുപാട് കാഴ്ചകൾ. ആ കാഴ്ചകളിലേക്ക് വരും. ഓ, ഗുഡ് ഈവനിങ്. ഹായ്. 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 ഹലോ. പ്രദീപ്, സോൾട്ട് ആൻഡ് പെപ്പർ. വെൽക്കം. ചേട്ടാ, ഞാൻ എൻ്റെ ബ്രദറിൻ്റെ റെസ്റ്റോറൻ്റ് ആണ്. ഓ, ബ്രദറിന്റെ റെസ്റ്റോറൻ്റ് ആണ്. ചേട്ടൻ്റെ പേര് കബീർ. ഓക്കേ. ചേട്ടൻ്റെ മകൻ്റെ മകളാണ്. ആഹാ, മകൻ്റെ മകളാണ് ഓണറല്ലേ? മോളുടെ പേരെന്താണ്? ഫിസ ഫരിയ. നല്ല പേരല്ലേ? എന്ത് ചെയ്യണം മോളെ? എയ്ത്തിൽ പഠിക്കുകയാണോ? ഓ, ഓൾ ദി ബെസ്റ്റ്. എക്സാം ഒക്കെ ആയോ? പഠിച്ചുകൊണ്ടിരിക്കുവാണോ? അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇത് ഔട്ടിങ് ആയിട്ട് ഇറങ്ങിയതാണല്ലേ? സന്തോഷം. എന്തായിരുന്നാലും നല്ല ആംബിയൻസും പിന്നെ നിങ്ങളുടെ ഗസ്റ്റും ഒക്കെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്തു. ഞാൻ ആ പടം വണ്ടറായി പോയി. അപ്പോൾ നമുക്ക് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? ഓക്കെ. കാര്യമുണ്ട്. ഹലോ സാർ. ഹായ്. എന്താ സിനിമ നടനോ? ഇവിടെ ഫുള്ള് ഹോട്ടൽ പോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ. ഇതാണ് ഹോട്ടലിന്റെ ഓണർ, മിസ്റ്റർ നിസ്താർ സാർ. ഇത് മകനാണ്, രണ്ടാമത്തെ മകനാണ്. എത്ര പേരുണ്ട്? രണ്ടുപേരുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റാഹത്ത് റെസ്റ്റോറന്റിന്റെ എക്സ്റ്റീരിയർ, പിന്നെ ഇന്റീരിയർ വന്നപ്പോൾ അതിനേക്കാളും ഇഷ്ടപ്പെട്ടു. എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റികളൊക്കെ? ഇവിടെ ഫെസിലിറ്റീസ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഫിഷാണ്. കാരണം വിഴിഞ്ഞത്തിന് നമുക്ക് നേരിട്ട് പോയിട്ട് ഫിഷ് എടുത്തിട്ട് ഫ്രഷ് ഫിഷ് സെർവ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഞങ്ങൾ ബേസിക്കലി കോഴിക്കോട്ടുകാരാണ്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് മലബാർ ഡിഷസ് കൂടുതലുണ്ട്. മലബാറിന്റെ പ്രത്യേക ടേസ്റ്റാണ്. കോഴി നിറച്ചത്, അങ്ങനെയുള്ള ട്രിവാൻഡ്രത്ത് കിട്ടാത്ത സംഗതികളാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ കോഴിക്കോട് ബേസ് ചെയ്തിട്ട്. അതുകൂടെ നമുക്ക് ഈ 10-20 വർഷം മുമ്പേ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് മണക്കാട് റാഹത്ത് എന്ന് പറഞ്ഞിട്ട്, മണക്കാട് റാഹത്ത് റെസ്റ്റോറന്റ് നമ്മുടേതാണ്. അതിൽ നിന്നാണ് നമ്മുടെ തുടക്കം. അവിടെ ബിരിയാണിയൊക്കെ വളരെ ഫേമസ് ആണ്. അവിടെ എല്ലാം നല്ല രസമുള്ള ഇതിലാണ് ചെയ്യുന്നത്. ബീഫ് ഡ്രൈ ഫ്രൈ എന്ന് പറഞ്ഞ സാധനം. ഇവിടെ ബീഫ് ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ ബീഫില്ല, കാരണം ഇവിടെ കൂടുതൽ നോർത്ത് ഇന്ത്യൻസും ഈ അറബിക്സും ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് അവർക്ക് ബീഫ് എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ നമുക്കറിയാലോ, നമ്മൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ ബീഫ് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് വെല്ലുന്നപ്പോ മട്ടന്റെ
മട്ടൺ റാൻ ഉണ്ട്, പിന്നെ ചിക്കൻ്റെ ഷവായി ഉണ്ട്, അത് തന്നെ ഷവർമ, അങ്ങനെ അറബിക് ഫുഡ്, അമ്മൂസ്, അങ്ങനെ അറബിക് ഫുഡ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ മനോഹരമായ ഇവിടുത്തെ എല്ലാ ഡിഷും ഭയങ്കര ടേസ്റ്റി ആണെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും. എങ്കിലും ചില 2 ഡിഷ് എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരാമല്ലോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ റാഹത്ത് റെസ്റ്റോറൻറ്റിലെ ഷെഫാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഗുഡ് നെയിം? SK അലാവുദ്ദീൻ. SK അലാവുദ്ദീൻ. എൻ്റെ അലാവുദ്ദീൻ തൊട്ടടുത്ത് നോക്കിയപ്പോൾ ഇവരുടെ ഒരു സൈൻ കൂടെ ആയിട്ടുള്ള ഒരു കുടവ് ഇരിപ്പുണ്ട്. അപ്പോൾ അലാവുദ്ദീനും ആ കുടത്തിൽ നിന്ന് തൊട്ട ഭൂതം പോലെ ഞാനും. എന്താ ഇന്ന് നമ്മൾ ഉണ്ടാക്കണേ? ഇപ്പോൾ നമ്മുടെ അറബിക്കിന് ഫിഷ് ബാർബിക്യൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത്? മുളക് പൊടി, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, ഇഞ്ചി വെളുത്തുള്ളി, ജീര, ഗരം മസാല, ബാർബിക്യൂ സോസ്, ഉപ്പ്, തൈര്. ഫസ്റ്റ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, 1 ടീസ്പൂണ്. പിന്നെ നമ്മുടെ കുറച്ച് തൈര്, ഓക്കെ, 2 ടീസ്പൂൺ തൈര് വേണം. 2 ടീസ്പൂൺ തൈര് വേണം. പിന്നെ നമ്മുടെ സകല ഉപ്പ് വേണം. ഉത്രയ്ക്ക് വേണോ? ഉപ്പ് വേണം. ഉപ്പ് വേണം. പിന്നെ 1 ടീസ്പൂൺ ചില്ലി സോസ്, ഓക്കെ, 1 ടീസ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസ്. നമ്മുടെ ഇതാണ് ബ്ലാക്ക് പെപ്പർ, നമ്മുടെ ബ്ലാക്ക് പെപ്പർ പൗഡർ ചെറിയ സ്പൂണിൽ 1 സ്പൂൺ. 1 ടീസ്പൂൺ. പിന്നെ നമ്മുടെ മുളക് പൊടി 1 സ്പൂൺ മതി. ഓക്കെ. പിന്നെ നമ്മുടെ ഇച്ചിരി ഗരം മസാല പൊടി, കുറച്ച് നമ്മുടെ ജീര പൊടി, ഓക്കെ, നമ്മുടെ റെഡ് ചില്ലി സോസ്. ഇതാണ് ബാർബിക്യൂ സോസ്. നമ്മുടെ ഇത് 3 സ്പൂൺ വേണം. പിന്നെ നമ്മുടെ നാരങ്ങ 2 പീസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ മിക്സ് ചെയ്യണം. നല്ല കളർഫുൾ ആയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഇപ്പോൾ റെഡിയായി. ഇതാണ് നമ്മുടെ അരപ്പെന്ന് പറയുന്നത്. അതെ, ഇതിപ്പോൾ നമ്മുടെ മീൻ എടുത്ത ആവോലി. ഇത് ആവോലി മീനാണ്. ആവോലി മീനാണോ? ഇപ്പോൾ നമ്മുടെ മസാല മാഗ്നേറ്റ് ചെയ്യാനാണ്. ഇതാണ് ഇപ്പോൾ റെഡിയായി. നമ്മുടെ റോസ്റ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, ഇതിന് അറിയില്ല, ബാർബിക്യൂവിൻ്റെ നമ്മുടെ റോസ്റ്റ് ചെയ്യാൻ അതിലേക്ക് വെച്ച് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഫോയിൽ, അലുമിനിയം ഫോയിൽ. അലുമിനിയം ഫോയിൽ ചെറിയൊരു ഓയിൽ ചെയ്തിട്ടുണ്ടല്ലേ? അല്ലേ, ചെറുതായിട്ട് അത് ചെയ്യണം പിടിക്കാൻ വേണ്ടി. അതുകൊണ്ട് പിടിക്കില്ല. അതായത് പിടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞത് എന്താ പറയോ, അത് അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശകലം ഓയിൽ ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. അതാണ് നമ്മൾ വെക്കണമുണ്ട്. ഇപ്പോൾ മൂടി വെക്കണമുണ്ട്. ഓക്കെ, ജസ്റ്റ് അടുത്തൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അത് മൂടി വെക്കണം. അതെ. ഇത് എത്ര ടൈം മൂടി വെക്കണം? മാക്സിമം ഒരു 4 മിനിറ്റ് 5 മിനിറ്റ്. 4 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് കുക്കാവും. ആവോലി ആകുമ്പോൾ ഒരു സോഫ്റ്റ് ഫിഷും കൂടെയാണ്, പെട്ടെന്ന് കുക്കായി വരും. ഇത് നല്ല ഹീറ്റ് ഉണ്ട് കേട്ടോ. സംഭവം തുറന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇതിന്ന് ഓയിലെല്ലാം ലോസായി ശരിക്കും അത് ഗ്രില്ലാവാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം അലുമിനിയം ഫോയിൽ ആക്ച്വലി രണ്ടും കൂടെ അടച്ചു വെച്ചത് വേഗുക എന്നൊരു പർപ്പസ് ആയിരുന്നല്ലോ, പെട്ടെന്ന് വേഗാൻ വേണ്ടിയിട്ട്. അത് ഇനി ശരിക്കും ഗ്രില്ല് തന്നെയാണ്. എന്തായാലും ഇനിയും ഒരു 5 മിനിറ്റ് കൂടെ വേണം എന്നാണ് പറയണത്. എന്നാൽ പിന്നെ 5 മിനിറ്റ് 1 സെക്കൻഡ് ഉണ്ടെങ്കിൽ പോകണ്ടല്ലേ? ഇത് നമ്മുടെ മുക്കാൽ വേവിച്ചാണോ? ചെറുതായിട്ട് നാരങ്ങ ഒഴിക്കണം. ഓക്കെ, ആയിക്കോട്ടെ. അതിൻ്റെ മുക്കാൽ വേഗത്തുമ്പോൾ കുറച്ച് നാരങ്ങ സ്ക്വീസ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇനിയും വേണോ ടൈം? നാരങ്ങ ഒഴിച്ചിട്ട് ഇനിയും വേണോ? ഇനി 2-3 മിനിറ്റ്. ഇനി ഒരു 3 മിനിറ്റും കൂടെ അല്ലേ? 3 മിനിറ്റ്. ഈ ആവൂലിയല്ലേ, കാത്തു നിൽക്കാൻ ക്ഷമയില്ല. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ടല്ലേ? ഇത് റെഡിയായി സർ. കാരണം ഞാൻ ഈ സമയം എണ്ണിക്കൊണ്ട് നിൽക്കായിരുന്നു. 3 മിനിറ്റ് കഴിഞ്ഞു. അത് സർ. അപ്പോൾ ഓക്കെ, പെർഫെക്റ്റ്. 3 മിനിറ്റ് കൊണ്ട് അത് റെഡി ആയിട്ടുണ്ടെന്നാണ് പറയണേ. റെഡി? ഓക്കെ സർ. ഓക്കെ, അപ്പോൾ ഇതിനി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇത് ടേസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എല്ലാം പെട്ടെന്നായിരിക്കും ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യുന്നത്. ഇത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് എവിടെ പുള്ളിക്കാരനുണ്ടാക്കി തന്ന ബാർബിക്യൂ ഫിഷ് എവിടെ എന്ന് നിങ്ങൾ ചോദിക്കരുത്. അതിന് അങ്ങനെ ചോദിക്കാതിരിക്കാൻ ഇപ്പോഴേ നിങ്ങളൊന്ന് കണ്ടോളൂ. മതി കണ്ടത്. ബാർബിക്യൂ അങ്ങനെ ഒരുപാട് സമയമൊന്നും അങ്ങനെ കാണേണ്ട കാര്യമില്ല. ഇത് ഒരുപാട് സമയം എടുത്തിരുന്ന് കഴിക്കാനുള്ള കാര്യമായത്. അപ്പോൾ ഇത് ഞാനിങ്ങ് എടുക്കുകയാണ്. താങ്ക് യു. നമുക്ക് ടേസ്റ്റ് ചെയ്താലോ? കൂടുന്നുണ്ടോ ടേസ്റ്റ് ചെയ്യാൻ? സത്യം പറയാലോ, ഈ പുള്ളിക്കാരൻ അങ്ങ് കൽക്കട്ടയിൽ നിന്ന് ഈ കേരളത്തിൽ വരാതിരുന്നെങ്കിലും ആ സോൾട്ട് ആൻഡ് പെപ്പറിന് വലിയ നഷ്ടമായി പോയനെ. സമ്മതിച്ചിരിക്കുന്നു. എക്സലൻറ്റ്, ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും റിയൽ ബാർബിക്യൂ ടേസ്റ്റ്. പിന്നെ ആവോലി നമ്മൾ പല തരത്തിൽ കറി വെച്ച് കഴിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഇത് ഇവിടുത്തെ സത്യം പറഞ്ഞാൽ റാഹത്ത് റെസ്റ്റോറൻറ്റിന് എന്താണ് അഭിമാനത്തോടെ തലവുയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റ്. ഇത് വന്ന് ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. അതും ഈ വിഴിഞ്ഞത്ത് വളരെ അടുത്തുനിന്ന് വളരെ ഫ്രഷായിട്ട് വരുന്ന, ഐസൊന്നും ചേരാതെ വരുന്ന നമ്മുടെ ആവൂലി ഗംഭീര ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ഈ ബാർബിക്യൂ ഫിഷ് ഉണ്ടാക്കുന്നതെന്ന് ഒന്നും കൂടെ കാണണ്ടേ? അതിലേക്കായിട്ട് ഒരു റീക്യാപ്പ്. അക്ഷരാർത്ഥത്തിൽ ഫുഡിൻ്റെ ശരിക്കും ഒരു കലവറ തന്നെയാണ് കേട്ടോ ഈ റാഹത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇത്രയും മനോഹരമായ ഒരു ബാർബിക്യൂ കഴിച്ചപ്പോൾ എനിക്കൊരു ആഗ്രഹം കൂടെ, ഒരു സംഭവം കൂടെ കഴിച്ചിട്ട് പോകണമെന്ന്. അപ്പോൾ ഒരു സംഭവം കൂടെ വരുന്നുണ്ട്, അതും സോൾട്ട് ആൻഡ് പെപ്പറിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സോൾട്ട് ആൻഡ് പെപ്പർ മറക്കരുതെന്ന്, അതിന് കാര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഷെഫ് മാറിയിട്ടുണ്ട്. നെയിം രാഹുൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേര് അത് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, സോൾട്ട് ആൻഡ് പെപ്പർ ഓർത്ത് വെച്ചോളാന്ന്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സോൾട്ട് ആൻഡ് പെപ്പർ. എന്ത്? ഇവിടുത്തെ ഒരു ഫേമസ് ഡിഷാണ് ചിക്കൻ സോൾട്ട് ആൻഡ് പെപ്പർ. അത് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ ഇതാ വരുന്നു ചിക്കൻ സോൾട്ട് ആൻഡ് പെപ്പർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്? ബ്ലാക്ക് പെപ്പർ, ലെമൺ ജ്യൂസ്, ചില്ലി ഫ്ലേക്സ്, ഷുഗർ, white pepper and salt, chopped ginger, chopped garlic, chopped onion, dry chili, capsicum and oil plus chicken. ഇപ്പോൾ ഈ ചിക്കൻ ഒരു പ്രത്യേക രീതിയിൽ അതായത് ബോൺലെസ് ആയിട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലേ? one breast piece, അതേ full cut from sliced chicken. ഓക്കെ, അപ്പോൾ ചിക്കൻ്റെ ബ്രെഡ് പീസ് സ്ലൈസ് ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലേ? Just fry, half boil. ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാണാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇത് കാണുമ്പോൾ നമുക്കറിയാലോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. Two spoon oil. ഓക്കെ, ഇത് വാട്ട് കൈൻഡ് ഓഫ് ഓയിൽ? Refined oil. റിഫൈൻഡ് ഓയിൽ. ഓക്കെ, Refined oil, 2 spoon. ഓക്കെ രാഹുൽ, അപ്പോൾ എണ്ണ ചൂടായെന്ന് തോന്നുന്നു അല്ലേ? इसमें ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് chopped garlic, chopped ginger, ഓക്കെ, and chopped onion. ഏകദേശം നമ്മുടെ ഒരു മീഡിയം സൈസ് ഉള്ളി സവാള അതിനെ നന്നായിട്ട് ചോപ്പ് ചെയ്തതാണ്. Just dry chili. ഇതിനെ കുറച്ച് ഓയിലിൽ ഫ്രൈ ചെയ്യണം. ബ്രൗൺ കളർ വരും. അതെ, ഇത് ബ്രൗൺ കളർ എത്തുമ്പോഴേക്കും ലിറ്റിൽ ബ്രൗൺ കളർ എത്തുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഗാർലിക് ക്യാപ്സിക്കം, ഓണിയൻ ഈ മിശ്രിതം ചേർക്കുകയാണ്. ഫ്രൈ. അതിൽ ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, പിന്നെ റെഡ് ക്യാപ്സിക്കം ആൻഡ് ഓണിയൻ.
ಅದರ 2 ಮಿನಿಟ್ ಫುಲ್ ಫ್ರೈ ಪಣ್ಣು ಅದು ಮಸಾಲ അടുത്ത മസാല ചേർക്കണം. ഓക്കെ, ഐ വിൽ ടേക്ക് യു. ബ്ലാക്ക് പേപ്പർ ബ്ലാക്ക് പേപ്പർ ഒരു ചെറിയ സ്പൂൺ, അല്ല 2 2 സ്പൂൺ, ചില്ലി ഫ്ലേക്സ് 2 സ്പൂൺ, sugar 1 spoon, white pepper 1 spoon, salt little bit. അപ്പോൾ ഈ ചേർത്തുകൊണ്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏകദേശം ഇതൊരു 50 ഗ്രാം ഓർ 100 ഗ്രാം, ഇത് 150 ഒരു 150 ഗ്രാം ചിക്കനാണ്. ഇതിലേക്കുള്ള മെഷർമെൻ്റ് ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. जस्ट 2 मिनट इसे फ्राई कर लीजिए. ഓക്കെ, 2 മിനിറ്റ് ചെയ്തതിന് ശേഷം चिकन നമ്മുടെ ചിക്കൻ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് ചിക്കൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ വിഴിഞ്ഞത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ ഇന്റർനാഷണൽ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള കോവളം വളരെ അടുത്താണ് വിഴിഞ്ഞത്ത് നിന്ന്. അപ്പോൾ അവിടെ വരുന്ന ഇപ്പോൾ സീസണും കൂടെയാണ്, ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഉള്ള എല്ലാത്തരം നമ്മുടെ ഇന്റർനാഷണൽ ആയിട്ടുള്ള സകല നമ്മൾ ഏതാണോ നമ്മുടെ ഇഷ്ടം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എക്സലൻറ്റ് ഷെഫുമാരാണ്. ഇവർ അത് നമുക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ ഒരു 2 സ്പൂൺ ലെമൺ ജ്യൂസും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാൻ തോന്നുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്പൈസി ആയിട്ട് തോന്നില്ലെങ്കിലും നല്ല കുരുമുളക്, ബ്ലാക്ക് പെപ്പറും നമ്മുടെ വൈറ്റ് പെപ്പറും ഒത്തിരി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ എരിവുണ്ടാവാം. നമ്മൾ മലയാളികൾക്ക് അല്പം എരിവൊക്കെ ഇല്ലെങ്കിൽ എന്താ ആഘോഷം അല്ലേ? रेडी ഫിനിഷ് റെഡി. വാ പുലി, ഇത്ര പെട്ടെന്ന് അദ്ദേഹം തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് നമുക്ക് പ്ലേറ്റ് ചെയ്യാം. യെസ്, പക്ഷെ ഇത്ര സിമ്പിളായിട്ട് ഇതുണ്ടാക്കിയെടുക്കാം. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ സോൾട്ട് ആൻഡ് പെപ്പറിൽ നിന്നിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കണം. നിങ്ങൾക്ക് ഞാൻ എന്താ ഒരു ഉദാഹരണം പറയാം. ഒന്നുമില്ല, സോൾട്ട് ആൻഡ് പെപ്പർ അറിയാലോ. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞാൽ പൊളിയാണ്, അടിപൊളിയാണ്, കിടിലുമാണ്, പിന്നെ ഭയങ്കര എന്താണ് കളർഫുള്ളാണ്. അത് തന്നെയാണ് ഇത്. നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ പോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റാർട്ടർ. ഞാൻ പറഞ്ഞ പോലെ ഉപ്പ് എല്ലാം കറക്റ്റാണ്. പിന്നെ എരിവ് ആവശ്യത്തിനുണ്ട്. എന്താ പറയാൻ, ഇതിനെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നേരെ വിഴിഞ്ഞത്തേക്ക് വരുന്ന ദിവസം നേരെ റാഹത്ത് റെസ്റ്റോറൻറ്റിൽ വന്ന് ഇതൊന്ന് ട്രൈ ചെയ്യൂ. എന്നിട്ട് സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ എന്നെ വിളിച്ച് പറയൂ ഇത് എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ഗ്യാരണ്ടി സൂപ്പർ. സോൾട്ട് ആൻഡ് പെപ്പർ പോലെ മനോഹരം ചിക്കൻ സോൾട്ട് ആൻഡ് പെപ്പർ. എക്സലന്റ്. थैंक यू. അടിപൊളി. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണണ്ടേ? ഇത്രയും മനോഹരമായ ചിക്കൻ സോൾട്ട് ആൻഡ് പെപ്പർ. അതിലേക്കായി ഇതാ വരുന്ന സോൾട്ട് ആൻഡ് പെപ്പറിൽ ഒരു റീക്യാപ്പ്. രണ്ട് ഡിഷാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. ഒന്ന് ബാർബിക്യൂ ഫിഷ്, നമ്മൾ ആവോലി ബാർബിക്യൂ ചെയ്തെടുത്തത്. പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ ചിക്കൻ. ഇനി തൽക്കാലം സമയം അങ്ങ് കടന്നുപോയി. അല്ലായിരുന്നെങ്കിൽ ഇനിയും ഉണ്ടായിരുന്നു ഒരുപാട് അത്ഭുതകരമായ രുചികൾ ഈ കിച്ചണിൽ. അതെല്ലാം ഞാൻ നിന്ന് പരിചയപ്പെടുത്തിയേനെ. പക്ഷേ ഇന്ന് തൽക്കാലം ഇന്നത്തെ സോൾട്ട് ആൻഡ് പെപ്പറിൽ നിന്ന് പടിയിറങ്ങുകയാണ്. ഇനിയും ഉണ്ട് ഒരുപാട് അത്ഭുത കഥകൾ, ഭക്ഷണത്തിൻ്റെ വിശേഷങ്ങൾ. അതിലേക്കായി അടുത്ത ആഴ്ച കാത്തിരിക്കൂ. കാണാൻ മറക്കണ്ട സോൾട്ട് ആൻഡ് പെപ്പർ. തൽക്കാലം ടാറ്റ, ബൈ. बाय.